Hello everyone, welcome to our channel. ഞാൻ കാവേരി സുദേശ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരുപാട് പേരൻസ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുള്ള ഒരു കൺസേൺ ആണ്. അതായത് എൻ്റെ പാർട്ട്ണർ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള അല്ലെങ്കിൽ നാർസിസ്റ്റിക് ട്രൈറ്റ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ കുട്ടിയും അങ്ങനെ ആകുമോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ ഞാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. 10 ഗോൾഡൻ പേരന്റിംഗ് റൂൾസ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമുക്കറിയായിരിക്കും പലതരത്തിലുള്ള പേരന്റിങ് സ്റ്റൈൽസ് ഉണ്ട്. അതിലൊരെണ്ണമാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ജെന്റിൽ പേരന്റിങ് അപ്രോച്ച്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പേരന്റിങ് രീതിയായിട്ടാണ് പറയുന്നത്. പേരൻസിന് അത് പ്രാക്ടീസ് ചെയ്യാൻ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണെങ്കിലും അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെൽത്തി ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള അഡൽട്ട്സ് ആയിട്ട് അവർ മാറും. ജെന്റിൽ പാരന്റിങ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രോബ്ലമാറ്റിക് എന്ന് പറയുന്ന 2 പേരന്റിങ് സ്റ്റൈൽസ് എന്നുള്ളത് നെഗ്ലെക്റ്റ്ഫുൾ ആൻഡ് പെർമിസീവ് പാരന്റിങ് സ്റ്റൈലാണ്. നെഗ്ലെക്റ്റ്ഫുൾ പേരന്റിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിയുടെ ഇമോഷണൽ നീഡ്സ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ആ പേരന്റിങ് എന്ന് പറയുന്ന പ്രോസസ്സിലെ ഇൻവോൾവ് അല്ല. കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു എന്നുള്ളതുണ്ട്. അതല്ലാതെ അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുക, അവരുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുക, അവരുടെ ഇമോഷണൽ നീഡ്സ് മീറ്റ് ചെയ്യുക, ഇതിലൊന്നും പേരൻസ് ഇൻവോൾവ് അല്ല. ഇപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ആളുകൾ പറയുമല്ലോ, കുട്ടികളുണ്ടായാലും എന്താ, അതിന് ഭക്ഷണം മാത്രം കൊടുത്താൽ പോരെ, അത് തനിയെ അങ്ങ് വളർന്നോളും. ഇതൊരു നെഗ്ലെക്റ്റ്ഫുൾ പേരന്റിങ് സ്റ്റൈലാണ്. നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഭക്ഷണം മാത്രം കൊടുക്കുക, അവരവരുടെ രീതിക്ക് അങ്ങ് വളരുന്നു. ഇനി ഞാൻ പറഞ്ഞ 2ാമത്തെ പേരന്റിങ് സ്റ്റൈലാണ് പെർമിസീവ് പേരന്റിങ് സ്റ്റൈൽ. പെർമിസീവ് പേരന്റിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അവർക്ക് കുട്ടികളുടെ മേലെ കൺസേൺ ഒക്കെ ഉണ്ട്. അവർ വാംത്തും എഫെക്ഷനും ഒക്കെ കൊടുക്കുന്നുണ്ട്, കുട്ടികളുടെ ഇമോഷണൽ നീഡ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള കൺട്രോളും കുട്ടിയുടെ മേലില്ല, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇല്ല, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ കുട്ടി എന്ത് പറയുന്നു അതെല്ലാം പേരൻസ് സാധിച്ചു കൊടുക്കും. കുട്ടിയുടെ ഇഷ്ടമാണ് പേരൻസിന്റെയും ഇഷ്ടം. ഇനി നമുക്ക് എന്തെങ്കിലും നമ്മുടെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ടോ നമ്മുടെ നിലവിലെ സാഹചര്യം വെച്ചിട്ടോ നടത്തി കൊടുക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലും കുട്ടി അത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പേരൻസ് വീടിന്റെ ആധാരം പണയം വെച്ച് വരെ അത് സാധിച്ചു കൊടുക്കും. നമ്മൾ അവരോട് നോ പറയുകയോ നമുക്കിത് ബുദ്ധിമുട്ടാണ്, നമ്മുടെ സാഹചര്യത്തിൽ ഇത് പറ്റില്ല എന്ന് പറയുകയോ, ഇനി ഇൻ കേസ് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ ഭയങ്കരമായിട്ട് വാശി പിടിക്കും. അപ്പോൾ കുട്ടി വാശി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അവർ വാശി പിടിക്കുന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കുകയാണ്. ഈ രീതിയിലൊക്കെ പോകുമ്പോൾ അതൊരു പെർമിസീവ് പേരന്റിങ് സ്റ്റൈലാണ്. അപ്പോൾ ഈ 2 പേരന്റിങ് സ്റ്റൈൽ, പെർമിസീവ് ആൻഡ് നെഗ്ലെക്റ്റ്ഫുൾ പേരന്റിങ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുട്ടികൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർമിസീവ് പേരന്റിങ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ നമ്മൾ കുട്ടി പറയുന്ന എല്ലാം സാധിച്ചു കൊടുക്കണം. അവർക്കൊരു എൻടൈറ്റിൽമെന്റ് ആണ് നമ്മൾ ചെറുപ്പത്തിലെ മുതൽ അവരെ ശീലിപ്പിക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ എന്താഗ്രഹിച്ചാലും അത് അതുപോലെ നടന്നിരിക്കണം. മറ്റുള്ളവരെ കുറിച്ചൊരു കൺസേൺ ആവേണ്ട കാര്യമില്ല. ഇത് തരാനായിട്ട് അയാളുടെ കയ്യിൽ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. എൻ്റെ ആഗ്രഹം ഇതാണ്, ഇത് ഇതുപോലെ നടന്നോളണം. ഇതാണ് കുട്ടികൾ ലേൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളാണെങ്കിൽ മോനെ മോൾ ഇത് പറ്റൂല, ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണെന്ന് പറയാം. അതിൽ കുട്ടികൾക്ക് അറിഞ്ഞാലും ദാറ്റ് ഇസ് ഓക്കെ. അപ്പം ഞാനത് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 ഗോൾഡൻ റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, നമ്മൾ കുട്ടീനെ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ അതൊരു ഓവർ പ്രൈസ് ആയിട്ട് മാറരുത്. നീയാണ് ദി ബെസ്റ്റ്, നീ വളരെ സ്പെഷ്യലാണ്, നീ ചെയ്യുന്നത് പോലെ ഇത് ആർക്കും ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ളവരെല്ലാവരും ഇതൊന്നും അറിയാത്തവരാണ്, ഇങ്ങനെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൈസ് നമ്മൾ കുട്ടിക്ക് കൊടുക്കരുത്. അതേസമയം കുട്ടികൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിനെ നമ്മൾ ശ്രദ്ധിക്കുകയും അക്നോളജ് ചെയ്യുകയും വേണം. നല്ലൊരു പ്രവൃത്തിയാണ്, നല്ലൊരു കാര്യം തന്നെയാണ് മോൻ ചെയ്തത് എന്ന് നമുക്ക് പറയാം, അപ്രിഷിയേറ്റ് ചെയ്യാം. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ഫാമിലീസിൽ, ഇൻക്ലൂഡിങ് എൻ്റെ ഫാമിലിയിലും എൻ്റെ കുട്ടീനോട് ഇത്തരത്തിൽ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ നല്ലൊരു പ്രവൃത്തി ചെയ്യുമ്പോഴേക്കും വേറെ ആർക്കും അറിയില്ല, കൊച്ചിന് മാത്രമേ അറിയുള്ളൂ. ഇതേ നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇങ്ങനെ ചെയ്യാൻ? കുഞ്ഞിന് മാത്രം ഇത് ചെയ്യാൻ അറിയാമെന്ന് പറയും. അപ്പം ഞാൻ ചെന്നിട്ട് അത് കറക്റ്റ് ചെയ്യും. അങ്ങനെയല്ല, ഇത് അമ്മയ്ക്കും അറിയാം, അച്ഛനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ കുഞ്ഞ് ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ്, നല്ല ഒരു പ്രവൃത്തിയാണ് എന്ന് നമുക്ക് പറയാം. അപ്പം ഞാൻ നല്ലതാവണമെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും മോശക്കാരാവണം എന്ന് നമ്മൾ കുട്ടീനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ളവരും നല്ലതാണ്, ഞാനും നല്ലതാണ്. ബാക്കിയുള്ളവർ നല്ലതായിട്ട് ഇരിക്കുമ്പോഴും നമുക്ക് നല്ലതാവാൻ പറ്റും. അല്ലാതെ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാവരെയും താഴ്ത്തിക്കെട്ടിയാൽ, അവരെല്ലാവരും മോശമായാൽ മാത്രമല്ല നമ്മൾ നല്ലതാവുന്നത്. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക. നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലൊന്നും അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം അവർ ചെയ്യുന്ന പ്രവൃത്തിനെ നമ്മൾ അക്നോളജ് ചെയ്യുകയും വേണം. നമ്പർ 2, സേ നോ വെൻ നീഡഡ്. പെർമിസീവ് പാരന്റിങ്ങിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി ടാൻട്രംസ് കാണിക്കുമ്പോൾ, കുട്ടി വാശി പിടിക്കുമ്പോൾ, കുട്ടി ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ എന്ത് റിസ്ക് എടുത്തും നടത്തി കൊടുക്കും. ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകരുത്.
നോ പറയേണ്ട സിറ്റുവേഷൻസിൽ നോ തന്നെ പറയണം. ഇതിന്റെ അർത്ഥം നമ്മൾ കുട്ടികളെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ച് അവരുടെ ആഗ്രഹങ്ങളൊന്നും നടത്തി കൊടുക്കാതെ അവരെ വളർത്തണം എന്നല്ല. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ കൊടുക്കുക. ചില കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റാത്തായിരിക്കും, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ മോളെ നമുക്കത് പറ്റില്ല, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഞാൻ കാണാറുള്ളതാണ് കുട്ടികൾക്ക് കത്തി കളിക്കാൻ കൊടുക്കുന്നത്. അപ്പൊ കത്തി കൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളാണെങ്കിൽ കൈമുറിയും, നമ്മളത് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കുട്ടി വാശി പിടിക്കുകയാണെങ്കിൽ മോനെ അത് കൈമുറിയും, അത് നമുക്ക് കളിക്കാനുള്ള സാധനമല്ല, നമുക്ക് പാചകം ചെയ്യാൻ നേരത്തെ മുതിർന്ന ആളുകൾക്ക് അരിയാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റിവെക്കാം. അതിൽ കുട്ടി കരഞ്ഞു എന്ന് കരുതി ഒരു കുഴപ്പവും സംഭവിക്കാനില്ല. അത് കരഞ്ഞോട്ടെ, നമുക്ക് അവരെ കൂടെ ഇരിക്കാം, ആശ്വസിപ്പിക്കാം. അവർ വാശി പിടിക്കുന്ന കാര്യം മാത്രം നമ്മൾ സാധിച്ചു കൊടുക്കാതിരുന്നാൽ മതി. ഇത് പലരും ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി വേണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് കരയുമ്പോൾ കത്തി അങ്ങ് കയ്യിലേക്ക് കൊടുക്കും. പിന്നെ കൈ മുറിക്കാൻ പോകുമ്പോഴേക്കും നമ്മളത് തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയും ചെയ്യും. അപ്പൊ കൂടുതൽ പ്രശ്നം വഷളാവും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, തരാൻ പറ്റില്ല എന്ന് പറയാൻ കൊടുക്കാതിരിക്കുക. കരഞ്ഞു കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തിക്കോളും. കുഞ്ഞങ്ങനെ കരഞ്ഞു എന്ന് കരുതി അതിന് ഡാമേജ് ഒന്നും വരാനില്ല. നമ്മളും വിഷമം വരുമ്പോൾ കരയാറുണ്ടാവുമല്ലോ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പൊ കുട്ടികൾക്കും ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോഴും അവർ ആഗ്രഹിക്കുന്നത് കിട്ടാതിരിക്കുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ കരയും. അത് നോർമലാണ്. നമുക്ക് വേണമെങ്കിൽ അവരെ കൂടെ ഇരിക്കാം, അവരൊറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്ക് കരയേണ്ട ആവശ്യമില്ല, ഞാൻ കൂടെ ഉണ്ടാവും എന്ന് നമുക്ക് കാണിക്കാവുന്നതാണ്. എന്ന് വെച്ച് ചില കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല, അവർ ഫ്രസ്ട്രേഷൻ ടോളറേറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. അതിലൂടെയാണ് അവർക്ക് ഇമോഷണൽ റെസിലിയൻസ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അഡൾട്ട് ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറ്റില്ല, ബുദ്ധിമുട്ടാണെന്ന് മറ്റൊരാൾ പറയുമ്പോൾ അവരെ ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. ആ ഫ്രസ്ട്രേഷൻ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി തേർഡ് വൺ, മോഡൽ ആൻഡ് ടീച്ച് എംപതി ഏർലി. ചെറിയ പ്രായത്തിൽ തന്നെ എംപതി അവരെ പഠിപ്പിക്കുക. അതായത് അവർ സ്കൂളിൽ ഒരു സിറ്റുവേഷൻ വന്ന് പറയാണ്, ഇന്ന് രണ്ട് കുട്ടികൾ തമ്മിൽ അടിപിടി ഉണ്ടായി, മറ്റേ ആളുടെ കൈ മുറിഞ്ഞു, നെറ്റി മുറിഞ്ഞു എന്നൊക്കെ പറയുകയാണെങ്കിൽ അയ്യോ അപ്പൊ അവൻ എങ്ങനെയായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ അങ്ങനെ ഉപദ്രവിക്കുമ്പോൾ മറ്റേ ആൾക്ക് ഇങ്ങനെ വേദന എടുക്കും, അവർക്ക് ഇങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ അറിയാണ്ട് നമ്മുടെ കൈ കൊണ്ടതാണെങ്കിൽ പോലും നമ്മൾ അറിയാണ്ട് ചെയ്താൽ നമ്മൾ മനഃപൂർവ്വം അവരെ ദ്രോഹിച്ചിട്ടില്ല. പക്ഷെ മറ്റാളെ സംബന്ധിച്ചിടത്തോളം അത് പെയിൻഫുൾ ആണ്, അവർക്ക് ഇങ്ങനെ ആയിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പൊ കുട്ടികൾക്ക് മറ്റുള്ള വ്യക്തികളെ നമ്മൾ ഉപയോഗിക്കാനുള്ള ടൂൾസ് അല്ല എന്നും അവരെല്ലാവരും മനുഷ്യരാണെന്നും നമ്മളെപ്പോലെ തന്നെ ഇമോഷൻസ് ഉള്ളവരാണെന്നും മനസ്സിലാവും. ഫോർത്ത് വൺ, ഡോണ്ട് മേക്ക് ദം ദ സെന്റർ ഓഫ് യൂണിവേഴ്സ്. നമ്മൾ വീട്ടിൽ അവരൊരു രാജാവാണ്, രാജ്ഞിയാണെന്നുള്ള രീതിയിൽ വളർത്തരുത്. അവർ വരുമ്പോഴേക്കും നമ്മൾ മാറി കൊടുക്കുക, അവർക്ക് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ആ രീതിയിൽ നമ്മൾ ചെയ്യരുത്. ചിലപ്പോഴൊക്കെ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മളൊരു ക്യൂവിൽ വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ, ചില സിറ്റുവേഷൻസിൽ വെയിറ്റ് ചെയ്യണം. ഞാൻ കണ്ടിട്ടുള്ളതാണ് ചില വീടുകളിൽ ഇപ്പൊ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ടി വി കാണുന്ന ആളുകളാണെങ്കിൽ അവർ മാറിക്കൊടുക്കും, എന്നിട്ട് കുട്ടിക്ക് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തും കൊടുക്കും. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അതിന്ന് മാറ്റിയിട്ട് ചെയ്യാം എന്ന് നമ്മളവരെ പഠിപ്പിക്കരുത്. അതുപോലെ ഇപ്പൊ പല്ല് തേക്കാൻ നിൽക്കുകയാണെന്നിരിക്കട്ടെ, ഈ വ്യക്തി വരുമ്പോൾ അല്ലെങ്കിൽ ഈ കുട്ടി വരുമ്പോഴേക്കും നമ്മൾ പല്ല് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാറിക്കൊടുക്കണം. നമ്മൾ എവിടെയെങ്കിലും പിന്നാമ്പുറത്ത് പോയി പല്ല് തേക്കണം, കുട്ടിക്ക് അവിടെ നിന്ന് പല്ല് തേക്കാം. അങ്ങനെയല്ല, അവരുടെ ടേൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കണം. ഫിഫ്ത്ത് വൺ, അവോയ്ഡ് ഓവർ ഇൻ്റലിജൻസ് ആൻഡ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. അതായത് ഒരുപാട് ഫ്രീഡം വിത്തൗട്ട് എനി ലിമിറ്റ്സ് അത് കൊടുക്കാതിരിക്കുക. ചിലപ്പോഴൊക്കെ നമ്മൾ ലിമിറ്റ്സ് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡിലേ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് കഴിക്കാം. എല്ലാം അപ്പ കൊടുക്കുക എന്നുള്ളതല്ല, ചിലതിന് അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് കിട്ടുന്നതിലാണെങ്കിൽ പോലും അവർ ആവശ്യപ്പെടുമ്പോൾ എപ്പോഴും കിട്ടില്ല. ചിലപ്പോൾ നമുക്ക് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാം. അപ്പൊ അത്രയും നേരം വെയിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കുക. അതുപോലെ വീട്ടിൽ ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ട്, ഇപ്പൊ ഡിന്നറിന്റെ ടൈമാണ്, ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് കഴിക്കാം. അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് ഡിലേ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആറാമത്തത്, ഹോൾഡ് ദം അക്കൗണ്ടബിൾ വിത്ത് വാം ബൗണ്ടറീസ്. അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് അവരെ ശീലിപ്പിക്കുക. അതായത് ഇപ്പൊ കുട്ടി ഔട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ ഒരു ഗ്ലാസ് വലിച്ചെറിഞ്ഞു എന്നിരിക്കട്ടെ, അപ്പൊ നമ്മൾ പറയേണ്ടത് നീ ഫ്രസ്ട്രേറ്റഡ് ആണെന്നുള്ളത് മനസ്സിലായി, പക്ഷെ നമ്മൾ ഫ്രസ്ട്രേഷൻ കൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം വലിച്ചെറിയേണ്ട കാര്യമില്ല, ഗ്ലാസ് വലിച്ചെറിയാനുള്ളൊരു സാധനമല്ല, നമുക്ക് വെള്ളം കുടിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യിപ്പിക്കുക, എടുത്തു വെപ്പിക്കുക. നമുക്ക് പറയാം, നമ്മളും കൂടെ ചെല്ലാവുന്നതാണ്. ജെന്റിൽ പേരന്റിങ്ങിലൊക്കെ അങ്ങനെയാ പറയാ, നമുക്കത് ക്ലീൻ ചെയ്യാം. അതങ്ങനെ വലിച്ചെറിഞ്ഞ് തറയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ വന്ന് തെന്നി വീഴും. അത് ക്ലീൻ ചെയ്യേണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് ക്ലീൻ ചെയ്യാം, അമ്മയും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ ചെയ്ത പ്രവൃത്തിയുടെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ പോയി അവരെ ചീത്ത പറഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്യല വേണ്ടത്, അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കണം. അതും നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടതാണ്. സെവൻത്ത് വൺ, വാലിഡേറ്റ് ഇമോഷൻസ്, ഡോണ്ട് ഗ്ലോറിഫൈ വിക്ടിംഹുഡ്.
അവർ ഇമോഷണലി അപ്സെറ്റ് ആകുമ്പോൾ നമ്മൾ ഭയങ്കര ഡ്രാമയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അതായത് പാവം കൊച്ചിന് എപ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, കൊച്ചിനെ ആരും കെയർ ചെയ്യാനില്ല, ഈ രീതിയിൽ അവരൊരു വിക്ടിം ആണെന്നുള്ള സെൻസിൽ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് പറയാം, ഇറ്റ്സ് ഓക്കെ, നിനക്ക് സങ്കടം വന്നല്ലേ, അമ്മയ്ക്ക് മനസ്സിലായി, നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഈ രീതിയിൽ നമ്മൾ പറഞ്ഞാൽ മതി. അല്ലാതെ നീ ഒരു വിക്ടിമാണ്, ബാക്കിയുള്ളവരെല്ലാവരും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ്, മോനെ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ അയ്യോ ഞാനൊരു ഹെൽപ്ലെസ് വിക്ടിമാണ് എന്നുള്ളൊരു തോന്നൽ കുട്ടിയിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? 8th one, encourage contribution, not just consumption. അതായത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അവരെ ഏൽപ്പിക്കുക. നമ്മൾ മിക്കവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇവരെ വലുതാവുന്നത് വരെ ഒരു ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കില്ല. അവർ വലുതാവട്ടെ അവർ ചെറുതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാനായിട്ട് സമ്മതിക്കാതിരിക്കുന്നത്. പക്ഷേ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ കുഞ്ഞ് 2.5 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഒരു 2 വയസ്സൊക്കെ തുടങ്ങി കുടിച്ച ഗ്ലാസ് തനിയെ അടുക്കളയിൽ കൊണ്ടുപോയി വെക്കും. അപ്പോൾ ഇത് അവർക്ക് ആ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മളെ ശീലിപ്പിച്ചതുകൊണ്ട് ഇൻ കേസ് അവർ കുടിച്ചു കഴിയുമ്പോൾ ഞാൻ ഗ്ലാസ് വാങ്ങിക്കാൻ പോയാലും മോള് പറയും ഇല്ല ഞാൻ കൊണ്ടുപോയി വെച്ചോളാം എന്ന് പറഞ്ഞ് അടുക്കളയിൽ കൊണ്ടുപോയി വെക്കും. അപ്പോൾ ഓരോ ഏജിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ അവര് കഴിച്ച ഒരു ബിസ്ക്കറ്റിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാക്കറ്റ് അവരുടെ കയ്യിൽ ഇരിക്കുന്നു, അത് വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി ഇടുക. ഇതൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ ഒരു 1.5 വയസ്സ് തുടങ്ങി അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതിനു മുമ്പ് തുടങ്ങിയും ചെയ്യാം. ഇപ്പൊ ഞാനൊക്കെ ചെയ്യിപ്പിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ എടുക്കുന്ന പ്രായത്തിലാണെങ്കിൽ അവരുടെ കയ്യിൽ പിടിച്ചിട്ട് നമുക്കിത് വേസ്റ്റിലിടാന്ന് പറഞ്ഞ് കൊണ്ടുപോകും. അവരുടെ കൈ പിടിക്കും, എന്നിട്ട് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വേസ്റ്റിൽ ഇടിപ്പിച്ച് കാണിച്ചു കൊടുക്കും. അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ നമ്മൾ 25 വയസ്സായാലേ കഴിച്ച ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് വേസ്റ്റിൽ ഇടാൻ പറ്റുള്ളൂ എന്നല്ല അവരെ പഠിപ്പിക്കേണ്ടത്. ഇത് പെൺകുട്ടികളെ മാത്രം പഠിപ്പിച്ചാലും പോരാ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് കൊടുക്കുക. അവർ കഴിച്ച പാത്രം കഴുകാനാവുമ്പോൾ കഴിച്ച പാത്രം അവരെ കൊണ്ട് കഴുകിപ്പിക്കുക. അതിനു മുമ്പാണെങ്കിൽ പാത്രം നമ്മൾ അടുക്കളയിൽ കൊണ്ടുപോയി വെപ്പിക്കുക. അതുപോലെ അവരുടെ ഇന്നേഴ്സ് കഴുകാനാവുമ്പോൾ ഇന്നേഴ്സ് നമ്മൾ കഴുകിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണം. ഇത് നമ്മൾ ചെറുപ്പം മുതലേ ശീലിപ്പിക്കാത്തതുകൊണ്ടാണ് ഒരുപാട് പേരൻസ് 18ഉം 20ഉം വയസ്സാകുമ്പോൾ വന്ന് കംപ്ലൈന്റ് പറയുന്നത്. അവനവന്റെ കാര്യം പോലും സ്വന്തമായിട്ട് ചെയ്യില്ല, തിന്ന പ്ലേറ്റ് പോലും കഴുകില്ല, ഇവൻ ഡ്രസ്സ് ഊരിയാൽ അത് വാഷ് ചെയ്യാനുള്ള ബാസ്ക്കറ്റിൽ ഇടുക പോലും ഇല്ല, അത് തറയിൽ തന്നെ ഇടും എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത് നമ്മൾ ചെറുപ്പത്തിലേ ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. 9th one, teach respect for all. അതായത് എനിക്ക് മാത്രം റെസ്പെക്ട് കിട്ടിയാൽ പോരാ, മറ്റുള്ളവരുടെ ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ പഠിപ്പിക്കുക. ഇപ്പൊ എനിക്ക് ദേഷ്യം വന്നു, വേറൊരാളെ തല്ലാനോ അവരുടെ മേലെ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം അവരുടെ മുഖത്തേക്ക് വലിച്ചെറിയാനോ ഒന്നും എനിക്ക് അവകാശമില്ല. നമുക്ക് പറയാം, നിനക്ക് ദേഷ്യം വന്നു എന്നുള്ളത് മനസ്സിലായി, നമുക്ക് ദേഷ്യം വരാം, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവാം. പക്ഷെ എന്ന് വെച്ച് വേറൊരാളുടെ ദേഹത്തേക്ക് സാധനങ്ങൾ വലിച്ചെറിയാനോ അവരെ തല്ലാനോ അവരുടെ അടുത്ത് ഷൗട്ട് ചെയ്യാനോ പാടില്ല. നമ്മളിങ്ങനെ ഷൗട്ട് ചെയ്തിട്ടും ഫോഴ്സ് ഉപയോഗിച്ചിട്ടും നമ്മുടെ കാര്യം സാധിക്കുന്ന രീതി ശരിയല്ല. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ ബൗണ്ടറി ആണെന്ന് മനസ്സിലാക്കി നമ്മളത് റെസ്പെക്ട് ചെയ്യുക. ഇതും നമ്മൾ കുഞ്ഞിലേ മുതൽ ശീലിപ്പിക്കേണ്ടതാണ്. 10th one, let them experience healthy conflict and repair. നമ്മൾ വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ നമ്മൾ മോഡൽ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതും സോറി പറയുന്നതും കുട്ടി കാണണം. നമ്മൾ തമ്മിലുള്ള ഭയങ്കര വഴക്കുകൾ കുട്ടീനെ കാണിക്കാൻ പാടില്ലെന്ന് പറയുമെങ്കിലും ചെറിയ വാക്തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്, ശരി എനിക്ക് മനസ്സിലായി എൻ്റെ മിസ്റ്റേക്കാണ്, ഞാനത് കറക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളത് ഏറ്റെടുക്കുന്നതും നമ്മളത് മോഡിഫൈ ചെയ്യുന്നതും മോഡൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ദേഷ്യത്തിൽ നമ്മൾ അപ്സെറ്റ് ആയപ്പോൾ കുട്ടിയുടെ അടുത്ത് ഷൗട്ട് ചെയ്തു പോയി, നമ്മളതിന് ചെന്ന് സോറി പറയുക. ഞാൻ അപ്സെറ്റ് ആയിരുന്നു, പക്ഷേ ഞാൻ ഷൗട്ട് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, സോറി, ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറയാം. നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഇമോഷൻസ് നമ്മൾ റെഗുലേറ്റ് ചെയ്യാനും ഇനി അത് ആവർത്തിക്കാതിരിക്കാനും ശ്രമിക്കണം. പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെയല്ല, നമ്മൾ മോഡൽ ചെയ്ത് കാണിക്കുമ്പോഴാണ് ഇങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു തെറ്റ് പറ്റിയാൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കേണ്ടതും സോറി പറയേണ്ടതും അത് കറക്റ്റ് ചെയ്യേണ്ടതും എന്നവർ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 10 ഗോൾഡൻ റൂൾസിൽ വരുന്നത്. പിന്നെ ഓർക്കുക, ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെല്ലാം നമുക്ക് 100% പ്രാക്ടീസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരു പെർഫെക്റ്റ് പേരൻറ്റിംഗ് എന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഞാനെപ്പോഴും പറയുന്നത് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. നമുക്കിതൊന്നും പറ്റില്ല എന്ന് കരുതി നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വളരെ കുഴപ്പം പിടിച്ച രീതിയിൽ വളർത്താതിരിക്കുക. നമുക്കിതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ 10 എണ്ണത്തിൽ 4 എണ്ണയെ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. നമുക്ക് ഇത്രത്തോളം പറ്റുന്നത് ചെയ്യുക. പിന്നെ നമ്മുടെ എന്തെങ്കിലും പാസ്റ്റ് ട്രോമയോ ഇമോഷൻ റെഗുലേഷൻ ഇഷ്യൂസോ കൊണ്ടാണെങ്കിൽ അതാണ് നമ്മൾ ആദ്യം പരിഹരിക്കേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൗൺസിലിങ്ങോ സൈക്കോതെറാപ്പിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന
നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ബുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സർവീസിനെ കുറിച്ചും ഞാനൊന്ന് പറയാം. നമ്മളൊരു ഇമോഷണൽ ഹീലിംഗ് വർക്ക്ഷോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രീ റെക്കോർഡഡ് കോഴ്സാണ്. ഇവൻ സൈക്കോതെറാപ്പി എടുക്കാൻ പറ്റാത്തവർക്കും ഒരുപാട് പൈസ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്കും എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒരു ഹീലിംഗ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലോവർ ഫീസിൽ ഒരു പിസ്സ കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു കുഴിമന്തി കഴിക്കുന്ന ഒരു റേറ്റിന് 10 days കൊണ്ട് ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണം എന്നുള്ളവർക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്ത് കോഴ്സ് കണ്ടു തുടങ്ങാവുന്നതാണ്. കോഴ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുക്കാം. അതുപോലെ തന്നെ ഈ കോഴ്സ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. ആ കൺഫർമേഷൻ മെസ്സേജിലൂടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആണ് അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഏത് മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ കോഴ്സ് ആക്സസ് ചെയ്തത് ആ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ആവും. പക്ഷെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്ത് കിടക്കുന്നത് ഫീഡ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ താഴെ നോക്കുക, ഫീഡ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും സെലക്റ്റഡ് ആയി കിടക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ കോഴ്സസ് എന്നുള്ളതാണ്. ആ കോഴ്സസിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോഴ്സസ് കാണാൻ പറ്റും. അത് പല ആളുകൾ രജിസ്റ്റർ ചെയ്തു, പക്ഷേ കോഴ്സ് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് മെസ്സേജസ് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ കോഴ്സ് ആക്സസ് ചെയ്യാനായിട്ട് വീണ്ടും നിങ്ങൾ ബൈ നൗ എന്നുള്ള ലിങ്കിലല്ല ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇമെയിലിൽ വന്ന കൺഫർമേഷൻ മെസ്സേജ് നിങ്ങൾക്ക് എടുക്കാം. ഇനി കൺഫർമേഷൻ മെസ്സേജ് വന്നില്ല, നിങ്ങളുടെ വർക്കിംഗ് അല്ലാത്ത ഇമെയിലാണ് നിങ്ങൾ കൊടുത്തെങ്കിൽ ടാഗ് മാംഗോന്റെ ആപ്ലിക്കേഷനിലോ വെബ്സൈറ്റിലോ നിങ്ങൾ ഏത് മൊബൈൽ നമ്പർ ത്രൂ ആണോ രജിസ്റ്റർ ചെയ്തത് ആ മൊബൈൽ നമ്പർ ത്രൂ ലോഗിൻ ചെയ്താലും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് കോഴ്സ് കാണാൻ പറ്റും. പിന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ മൊബൈൽ നമ്പർ ആണെങ്കിലാണ് നമുക്ക് നിലവിൽ കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വിദേശത്താണെങ്കിൽ നാട്ടിലുള്ള ആരുടെയെങ്കിലും മൊബൈൽ നമ്പർ ത്രൂ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ നമ്പറിലേക്കായിരിക്കും നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ OTP വരുന്നത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നമ്മൾ ഇവിടെ നിന്ന് കോഴ്സ് ആക്സസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ഒരു ഇന്ത്യൻ നമ്പർ കൂടെ നമുക്ക് സെൻഡ് ചെയ്യണമെന്ന് മാത്രം നമ്മൾ ഇവിടെ നിന്ന് ആക്സസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ത്രൂ ആക്സസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്തൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത്തരത്തിലുള്ള സൈക്കോളജി റിലേറ്റഡ് ടോപ്പിക്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. Okay, thank you.